സ്വാഗതം. നമ്മളിന്ന് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കേസാണ് നോക്കുന്നത്, ഗോലക്നാഥ് കേസ്. മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടോ? ആ ഒരു വലിയ ചോദ്യം അതാണ് നമ്മളിന്ന് ആഴത്തിൽ പരിശോധിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് ഈ കേസിലെ സുപ്രീം കോടതി വിധിയുടെ ചില ഭാഗങ്ങളാണല്ലേ? അതെ അതെ, ഈ വിധിന്യായത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. ഇതിൽ നോക്കിയാൽ പാർലമെന്റിന്റെ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരവും പിന്നെ പൗരന്റെ മൗലികാവകാശങ്ങളും തമ്മിലുള്ള ഒരുതരം സംഘർഷം കാണാം. ശരി. അപ്പോ ഈ സങ്കീർണമായ നിയമപോരാട്ടത്തിന്റെ കാതൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? പഞ്ചാബിലെയും മൈസൂരിലെയും ചില ഭൂപരിഷ്കരണ നിയമങ്ങൾ, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ കേസ് വരുന്നത്. അതെ, ആ നിയമങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകിയത് 17ാം ഭേദഗതിയായിരുന്നു. അപ്പൊ പ്രശ്നം ആ ഭേദഗതി തന്നെയായി. ഈ 17ാം ഭേദഗതി തന്നെ ഭരണഘടനാ വിരുദ്ധമാണോ എന്നൊരു ചോദ്യം വന്നു. കറക്റ്റ്. അതായിരുന്നു പ്രധാന ചോദ്യം. ഹർജിക്കാരുടെ വാദം വളരെ ലളിതമായിരുന്നു. ഭരണഘടനയുടെ അനുച്ഛേദം 13(2) അതെന്താ പറയുന്നേ? മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമവും സ്റ്റേറ്റിനുണ്ടാക്കാൻ പാടില്ല എന്ന്. അതെ. അപ്പോ ഇവിടെയുള്ള വലിയ ചോദ്യം ഇതാണ്. അനുച്ഛേദം 368 വെച്ച് പാർലമെന്റ് ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി, ഈ അനുച്ഛേദം 13(2) പറയുന്ന നിയമത്തിന്റെ പരിധിയിൽ വരുമോ? അതോ അതൊരു വേറെ തരം അധികാരമാണോ? അതായത് ഭരണഘടന മാറ്റി എഴുതാനുള്ള പാർലമെന്റിന്റെ അധികാരം, അതും മൗലികാവകാശങ്ങൾക്ക് താഴെയാണോ എന്നുള്ളൊരു ചോദ്യം. അതെ അതെ. മുൻപ് കോടതികൾ എന്താണ് പറഞ്ഞിരുന്നത് ഇതിനു മുൻപുള്ള കേസുകളിൽ? അതൊരു പ്രധാന കാര്യമാണ്. മുൻപ് ശങ്കരി പ്രസാദ് കേസ്, പിന്നെ സജ്ജൻ സിംഗ് കേസ്, ഇതിലൊക്കെ കോടതി പറഞ്ഞത് ഈ ഭരണഘടനാ ഭേദഗതി, അതായത് ആർട്ടിക്കിൾ 368 പ്രകാരമുള്ളത്, അതൊരു സാധാരണ നിയമനിർമ്മാണമല്ല. അതൊരു കോൺസ്റ്റിറ്റ്യുവന്റ് പവറാണ്. പാർലമെന്റിന്റെ ഭരണഘടനയെ തന്നെ മാറ്റിയെഴുതാനുള്ള ഒരു പരമാധികാരം. അതുകൊണ്ട് ആർട്ടിക്കിൾ 13(2) അതിന് ബാധകമല്ല എന്നായിരുന്നു പഴയ നിലപാട്. ശരി. എന്നാൽ ഗോലഖ്നാഥ് കേസിൽ ഭൂരിപക്ഷ വിധി ഈ നിലപാടിനെ അങ്ങ് തിരുത്തി പൂർണ്ണമായിട്ടും. ഓഹോ. ഭേദഗതിയും ഒരു നിയമം തന്നെയാണെന്നും അത് മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നുണ്ടെങ്കിൽ അസാധുവാകും എന്നും ഭൂരിപക്ഷം ജഡ്ജിമാർ പറഞ്ഞു. ശരിക്കും അതൊരു വിപ്ലവകരമായ മാറ്റം തന്നെയായിരുന്നു. മൗലികാവകാശങ്ങൾക്ക് ഇത്രയും ഒരു ഉയർന്ന സ്ഥാനം കൊടുക്കാൻ എന്തായിരുന്നു കാരണം കോടതിയുടെ കാഴ്ചപ്പാടില്? കോടതി പറഞ്ഞത് ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളാണ്. ഒരു വ്യക്തിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവുമൊക്കെ ഉറപ്പാക്കാൻ ജനങ്ങൾ അവർക്കായിട്ട് തന്നെ നീക്കിവെച്ച അവകാശങ്ങളാണ്. കോടതി അതിനെ വിശേഷിപ്പിച്ചത് പരമൗണ്ട്, അതിപ്രധാനം, സാക്രോസാങ്ക്ട്, പരിപാവനം, ഇൻവയലബിൾ, അലംഘനീയം എന്നൊക്കെയാണ്. അതായത് സാധാരണ നിയമം കൊണ്ടോ ഭേദഗതി കൊണ്ടോ അങ്ങനെയങ്ങ് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒന്നല്ല അത്. ഓഹോ. അപ്പൊ പാർലമെന്റിന് മൗലികാവകാശങ്ങൾ എടുത്തുകളയാൻ അധികാരമില്ലെന്ന കോടതി ഉറപ്പിച്ചു പറഞ്ഞു? അതെ, അതായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം. പക്ഷേ അങ്ങനെയെങ്കിലൊരു പ്രശ്നമില്ലേ? അതുവരെ പാസാക്കിയ ഭേദഗതികൾ, പ്രത്യേകിച്ച് ഈ കേസിന് കാരണമായ ആ 17ാം ഭേദഗതി, അതിന്റെയൊക്കെ കാര്യം എന്താകുമായിരുന്നു? അതൊരു നല്ല ചോദ്യമാണ്. കാരണം മുൻകാല ഭേദഗതികളെല്ലാം അസാധുവായാൽ രാജ്യത്ത് വലിയ നിയമപരമായൊരു പ്രതിസന്ധി ഉണ്ടാകുമല്ലേ? ശരിയാണ്. അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടി കോടതി ഒരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചു. പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് എന്ന് പറയും. പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് അതെന്താണ് സംഭവം? അതായത് അമേരിക്കൻ നിയമത്തിൽ നിന്നൊക്കെ എടുത്തൊരു ആശയമാണ്. ഈ പുതിയ വിധി, അതായത് ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളെ ഹനിക്കാൻ പറ്റില്ല എന്നുള്ള ഈ കണ്ടെത്തൽ, അത് ഭാവിയിലേക്ക് മാത്രമേ ബാധകമാകൂ. ഓക്കെ. ഗോലഖ്നാഥ് വിധി വരുന്നതിന് മുൻപ് പാസാക്കിയ ഭേദഗതികൾ, അതായത് ആ 1, 4, 17 ഒക്കെ, അതൊക്കെ അതുപോലെ നിലനിൽക്കും. അവയൊന്നും അസാധുവാകില്ല. പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കാര്യങ്ങളെ ബാധിക്കാതെ ഒരു തെറ്റ് തിരുത്തുന്ന രീതി. കൊള്ളാം. അപ്പൊ അതിനർത്ഥം ഈ ചോദ്യം ചെയ്യപ്പെട്ട ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ നിലനിന്നു. അതെ. എന്നാൽ ഭാവിയിൽ പാർലമെന്റിന്റെ അധികാരത്തിനൊരു തടയിട്ടു അല്ലേ, മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ? കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. 17ാം ഭേദഗതിയും അതുവഴിയുള്ള നിയമങ്ങളും രക്ഷപ്പെട്ടു. പക്ഷേ ഭാവിയിൽ മൗലികാവകാശങ്ങളെ തൊടാനുള്ള പാർലമെന്റിന്റെ അധികാരത്തിന് ഒരു നിയന്ത്രണം വന്നു. ഈ വിധി പക്ഷേ ഏകകണ്ഠമായിരുന്നില്ലല്ലോ, വിയോജിപ്പുകൾ ഉണ്ടായിരുന്നോ? തീർച്ചയായും. 11 ജഡ്ജിമാരുടെ ബെഞ്ചായിരുന്നു. അതിൽ 5 പേർ വിയോജിപ്പ് രേഖപ്പെടുത്തി. 5 പേർ? അതെ. അവർ പഴയ നിലപാടിൽ, അതായത് ശങ്കരി പ്രസാദിലും സജ്ജൻ സിംഗിലും പറഞ്ഞ നിലപാടിൽ ഉറച്ചുനിന്നു. ആർട്ടിക്കിൾ 368 പാർലമെന്റിന് ഭരണഘടനയുടെ ഏത് ഭാഗവും മൗലികാവകാശങ്ങളുൾപ്പെടെ ഭേദഗതി ചെയ്യാനൊരു പരിധിയില്ലാത്ത അധികാരം നൽകുന്നുണ്ട്. അതൊരു സാധാരണ നിയമമല്ല,
അതൊരു കോൺസ്റ്റിറ്റ്യുവന്റ് പവർ, അതായത് ഭരണഘടന നിർമ്മിക്കാനുള്ള അതേ അധികാരം തന്നെയാണെന്ന് അവർ വാദിച്ചു. ആർട്ടിക്കിൾ 13(2) നിയമമെന്നത് സാധാരണ നിയമങ്ങളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്നും അവർ പറഞ്ഞു. പിന്നെ ഈ പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന്റെ നിയമസാധ്യതയെയും അവർ ചോദ്യം ചെയ്തു. അപ്പോൾ ഈ സാമൂഹിക ലക്ഷ്യങ്ങൾക്കായുള്ള നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ്, അതും പിന്നെ വ്യക്തിഗത മൗലികാവകാശങ്ങളും തമ്മിലൊരു തർക്കം ഇവിടെ വരുന്നില്ലേ? വരുന്നുണ്ട്. ഭൂരിപക്ഷ വിധി മൗലികാവകാശങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ വിയോജിപ്പുള്ള ന്യായാധിപന്മാർ ചൂണ്ടിക്കാണിച്ചത് ഈ സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കാനുള്ള നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കണമെങ്കിൽ ചിലപ്പോൾ മൗലികാവകാശങ്ങളിൽ ഭേദഗതി ചെയ്യേണ്ടി വരും. ശരിയാണ്. അതിനുള്ള അധികാരം പാർലമെന്റിനു വേണം എന്നായിരുന്നു അവരുടെ വാദം. അപ്പോൾ രണ്ടും ഭരണഘടനയുടെ ഭാഗമാണെങ്കിലും ഇവ തമ്മിലുള്ളൊരു ബാലൻസ് എങ്ങനെയായിരിക്കണമെന്നതിൽ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം വ്യക്തമായിരുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഗോലക്നാഥ് കേസ് മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഒരു പ്രധാന വിധിയായിരുന്നു, പാർലമെന്റിന്റെ ഭേദഗതി അധികാരത്തിൽ നിന്ന്. അതെ. അതേസമയം ഈ പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗ് എന്നൊരു വഴിയിലൂടെ പഴയ നിയമ നടപടികളെ ബാധിക്കാതെ നോക്കുകയും ചെയ്തു. ശരിയാണ്. പാർലമെന്റിന്റെ അധികാരം, മൗലികാവകാശങ്ങളുടെ ഒരുതരം പവിത്രത, പിന്നെ ജുഡീഷ്യറിയുടെ പങ്ക്, ഇവയെക്കുറിച്ചൊക്കെയുള്ള വലിയ ചർച്ചകൾക്ക് ഈ വിധിയൊരു തുടക്കമിട്ടു. ഇത് പിന്നെ നമ്മൾ കാണുന്ന കേശവാനന്ദ ഭാരതി പോലുള്ള കൂടുതൽ നിർണായകമായ കേസുകളിലേക്ക് നയിച്ചു. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയൊരു ചിന്ത: ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരത്തിന്റെ ശരിക്കുള്ള ഉറവിടമെന്താണ്? നമ്മൾ, ഭാരതത്തിലെ ജനങ്ങൾ, നമുക്കായി നൽകിയ ഈ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റിയെഴുതാൻ ശരിക്കും ആർക്കാണ് അധികാരം? ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച പാർലമെന്റിനോ, അതോ ഭരണഘടനയുടെ കാവൽക്കാരായി കണക്കാക്കുന്ന നീതിന്യായ വ്യവസ്ഥ വ്യാഖ്യാനിക്കുന്ന ഭരണഘടനയുടെ ആത്മാവിനോ?